ലിക്വിഡ് ആയിട്ടുള്ള സീറം സൺസ്ക്രീൻസ് ആണല്ലോ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്. Let's see how these new sunscreens perform. Hi guys, welcome back to my channel. എൻ്റെ പേര് അഞ്ജു. എന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ യു മോസ്റ്റ് വെൽക്കം ടു മൈ ചാനൽ. ഞാനൊരു സൺസ്ക്രീൻ റിവ്യൂ വീഡിയോ ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ കാണാൻ മറക്കണ്ട. അതിൽ ഞാൻ 15+ സൺസ്ക്രീൻസ് റിവ്യൂ ചെയ്തിട്ടുണ്ട്, വിച്ച് ആർ മോസ്റ്റ്ലി ക്രീം ബേസ്ഡ് ഓർ ജെൽ ബേസ്ഡ് സൺസ്ക്രീൻസ്. സോ ഡെഫിനറ്റ്ലി ചെക്ക് ഇറ്റ് ഔട്ട്. അതിലെൻ്റെ ഫേവറേറ്റ്സും നോട്ട് സോ ഫേവറേറ്റ്സും എല്ലാം ഉണ്ട് കേട്ടോ. ആ വീഡിയോയിൽ കുറേ പേര് ഇൻട്രാക്ട് ചെയ്തിരുന്നു. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ നമുക്ക് വേഗം ഇന്നത്തെ വീഡിയോയിലോട്ട് കടക്കാം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ 5 പുതിയ സൺസ്ക്രീൻസിനെ പറ്റിയാണ്. ഞാൻ ഈ മെൻഷൻ ചെയ്യാൻ പോകുന്ന 5 സൺസ്ക്രീൻസും ഫ്രേഗ്രൻസ് ഫ്രീ സൺസ്ക്രീൻസ് ആണ്. സോ ഫ്രേഗ്രൻസ് ഒരു ഇഷ്യൂ ആയിട്ടുള്ളവർക്കൊക്കെ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന സൺസ്ക്രീൻസ് തന്നെയാണ് ഇത്. ഫസ്റ്റ് നമുക്ക് എൻ്റെ വൺ ഓഫ് ദി ഫേവറേറ്റ് ബ്രാൻഡ്സിൽ നിന്നുള്ള സൺസ്ക്രീൻ കൊണ്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇറ്റ് ഇസ് ദിസ് വൺ ഫ്രം മിനിമലിസ്റ്റ്. ഇത് മിനിമലിസ്റ്റിൻ്റെ ലൈറ്റ് ഫ്ലൂയിഡ് സൺസ്ക്രീൻ ആണ് വിത്ത് SPF 50 PA4+ ബ്രോഡ് സ്പെക്ട്രം പ്രൊട്ടക്ഷൻ. ഇതിൽ സ്വെറ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻറ്റ് എന്നും മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതൊരു ഭയങ്കര ബേസിക് ആയിട്ടുള്ള സൺസ്ക്രീൻ ആണ്. ഇതിലധികം സ്കിൻ സൂദനിങ്, സ്കിൻ കാമിങ് ഓർ എനി അതർ ബെനിഫിറ്റ് ഉള്ള ഇൻഗ്രീഡിയൻസ് ഉള്ളതായിട്ട് മെൻഷൻ ചെയ്തിട്ടില്ല. വൈറ്റമിൻ സിയോ ആൻറ്റി ഓക്സിഡൻസോ വേറെ ഒന്നും ഉണ്ടെന്ന് ഇവർ സ്പെസിഫൈ ചെയ്തിട്ടില്ല. കൺസിസ്റ്റൻസിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഓഫ് കോഴ്സ് ഇതൊരു സീറം ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയാണ് ഇതിനുള്ളത്. അപ്ലൈ ചെയ്യുമ്പോൾ ലൈറ്റ് ഒരു കൂളിംഗ് എഫക്റ്റും ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി ഫിനിഷിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിനൊരു ഡ്യൂയി ഫിനിഷാണ് ഉള്ളത്. ആൻഡ് ഐ വുഡ് റെക്കമെൻഡ് ദിസ് ഫോർ നോർമൽ ടു ഡ്രൈ സ്കിൻഡ് പീപ്പിൾ. വൈ നോർമൽ ടു ഡ്രൈ സ്കിൻ പീപ്പിൾ എന്ന് ചോദിച്ചാൽ ഇതിന് ലൈറ്റായിട്ടൊരു ചെറിയ ഡ്രോബാക്ക് ഉണ്ട്. ദാറ്റ് ഈസ് ഇറ്റ് ഫീൽസ് സ്ലൈറ്റ്ലി ഓയിലി. ഇറ്റ് ഈസ് ലൈറ്റ് വെയ്റ്റ്, പക്ഷേ ഇതിൻ്റെ ഫിനിഷ് ഒരു ചെറിയൊരു ഓയിലി ഫിനിഷ് ഉണ്ട്. ആ ഒരു പ്രശ്നം ഇതിനുണ്ട്. സ്ലൈറ്റ്ലി ഓയിലിയാണ്. സോ അതുകൊണ്ട് തന്നെ നോർമൽ ടു ഡ്രൈ സ്കിൻഡ് ആൾക്കാർക്കായിരിക്കും ഇത് കൂടുതൽ ഇഷ്ടപ്പെടുക. സെക്കൻഡ് വൺ ഇസ് ഫ്രം അക്വലോജിക്ക. ഇത് അക്വലോജിക്കയുടെ ഗ്ലോ പ്ലസ് ഇൻഫ്യൂസ്ഡ് വാട്ടർ സൺസ്ക്രീൻ ആണ്. വാട്ടർ സൺസ്ക്രീൻ എന്ന് മെൻഷൻ ചെയ്ത് വന്നൊരു തരംഗം സൃഷ്ടിച്ചൊരു പ്രൊഡക്റ്റാണ് ഇതെന്ന് തന്നെ പറയാം. ഇതിൻ്റെ ടിൻറ്റഡ് വേർഷനും അവൈലബിൾ ആണ്. ഞാൻ നോൺ ടിൻറ്റഡ് വൺ ആണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ദിസ് ഹാസ് പപ്പായ, വൈറ്റമിൻ സി ആൻഡ് ഹൈലറോണിക് ആസിഡ് ഇൻ ഇറ്റ്. എഗെയിൻ ഇതിന് ഒരു ലിക്വിഡി സീറം ലൈക്ക് ടെക്സ്ചർ ആണുള്ളത്. വാട്ടർ ഇൻഫ്യൂസ്ഡ് എന്ന് മെൻഷൻ ആകുമ്പോൾ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണെന്നുള്ളൊരു ഇംപ്രഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഐ വുഡ് നോട്ട് സേ ഇറ്റ്സ് ലൈക്ക് എക്സ്ട്രീംലി ലൈറ്റ് വെയിറ്റ്. ഐ ഹാവ് ബെറ്റർ ലൈറ്റ് വെയിറ്റ് വൺസ് കമ്മിങ് അപ്പ് ഫോർ യു. ഇതൊരു സീറം ലൈക്ക് ടെക്സ്ചർ ഉള്ള ഒരു സൺസ്ക്രീൻ ആണ്. ഓക്കെ, ഇതിൽ ഞാൻ ഡിഫറെൻ്റ് ആയിട്ട് കണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ഒരു ഫിനിഷാണ്. ഇതിൽ സിലിക്ക ഉണ്ട് ആൻഡ് ഐ ഡു നോട്ട് മൈൻഡ് സിലിക്കോൺ ഇൻ മൈ പ്രൊഡക്റ്റ്. സോ ലെറ്റ്സ് കീപ് ദാറ്റ് അസൈഡ്. സിലിക്ക ഉണ്ട് എന്ന് ഞാൻ സ്പെഷ്യലി മെൻഷൻ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന് ആ ഒരു സിലിക്കോൺ ബേസ്ഡ് പ്രൊഡക്ട്സിനുള്ള ഒരു ഗ്രിപ്പ് ഉണ്ടല്ലോ, ഒരു സ്ലിപ്പ് എന്നൊക്കെ പറയാം. ആ ഒരു സ്ലിപ്പ് കൈൻഡ് ഓഫ് ആ ഒരു ഫീൽ ഇതിനുണ്ട്. നമ്മളിത് അപ്ലൈ ചെയ്യാൻ നേരത്ത് നല്ലൊരു സീറം ലൈക്ക് ടെക്സ്ചർ ആണെങ്കിൽ പോലും അത് കഴിഞ്ഞ് നമ്മൾ സ്പ്രെഡ് ചെയ്യാൻ നേരത്ത് ആ ഒരു ഗ്രിപ്പ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അപ്ലൈ ചെയ്തതിന് ശേഷവും നമുക്ക് ഇനീഷ്യലി ആ അപ്ലൈ ചെയ്ത ഒരു സമയം കുറച്ചൊരു ഓയിലി ആയിട്ട് ഫീൽ ചെയ്യും. ബട്ട് ആഫ്റ്റർ ദാറ്റ് കുറച്ച് നേരം കഴിയുമ്പോഴത്തേനും അതൊരു നാച്ചുറൽ ഫിനിഷിലോട്ട് സെറ്റിൽ ഡൗൺ ആവും. ആ ഒരു സ്ലിപ്പ് ഉള്ളതുകൊണ്ട് തന്നെ ഐ തിങ്ക് ഇത് മേക്കപ്പിൻ്റെ അടിയിലൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര നല്ലൊരു സൺസ്ക്രീൻ ആണ്. പക്ഷേ എക്സ്ട്രീംലി ഓയിലി സ്കിൻ ഓർ ഓയിലി സ്കിൻ ഉള്ളവർക്ക് ഐ ഡു നോട്ട് റെക്കമെൻഡ് ദിസ്. കോമ്പിനേഷൻ നോർമൽ ഓർ ഡ്രൈ സ്കിൻ ഉള്ളവർക്കൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയൊരു പ്രൊഡക്റ്റാണ്. ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ് വരുന്നത് 699 ആണ്. ആൻഡ് ഐ തിങ്ക് ഇറ്റ് ഇസ് സ്ലൈറ്റ്ലി എക്സ്പെൻസീവ് ഫോർ ദിസ് വൺ. ഇതുപോലത്തെ ഒരുപാട് ഫോർമുലാസ് ഇപ്പം അവൈലബിൾ ആയിട്ടുണ്ട് ആൻഡ് എവറിത്തിങ് ഇസ് മോസ്റ്റ്ലി അണ്ടർ 500. സോ ആ ഒരു റേറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് സ്ലൈറ്റ്ലി എക്സ്പെൻസീവ് എന്ന് എനിക്ക് പറയേണ്ടി വരും. ഫുൾ പ്രൈസിന് ഗ്രാബ് ചെയ്യാതെ ഓഫർ ടൈമിൽ ഇത് വാങ്ങിക്കാൻ നോക്കാം. ഇനി പറയാൻ പോകുന്ന 2 സൺസ്ക്രീൻസ് ആണ് എനിക്ക് ഈ കൂട്ടത്തിലെ ഓർ ഈ ലൈറ്റ് വെയ്റ്റ് ലിക്വിഡ് സീറം ലൈക്ക് ടെക്സ്ചർ ഉള്ള ഇതുപോലത്തെ ലൈറ്റ് വെയ്റ്റ് സൺസ്ക്രീൻസിൽ എൻ്റെ ഫേവറേറ്റ് സൺസ്ക്രീൻസ് എന്ന് പറയുന്നത് ഇത് 2 ആണ്. ദിസ് വൺ ഇസ് വൈറ്റമിൻ സി പ്യോർ ഗ്ലോ മിൽക്ക് സൺസ്ക്രീൻ ആൻഡ് ദിസ് വൺ ഇസ് നയാസിനമൈഡ് ഓയിൽ ബാലൻസ് ഫ്ലൂയിഡ് സൺസ്ക്രീൻ. ഇത് രണ്ടും ഓൾമോസ്റ്റ് 90% സിമിലർ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. സോ ഞാൻ ആദ്യം സിമിലാരിറ്റീസ് പറയാം, അതിനുശേഷം നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്ത് സംസാരിക്കാം. രണ്ടിൻ്റെയും ടെക്സ്ചർ ഓൾമോസ്റ്റ് ഒരു 99% സെയിം ആണെന്ന് തന്നെ പറയേണ്ടി വരും. ബിക്കോസ് രണ്ടും ഭയങ്കര ലിക്വിഡി സൺസ്ക്രീൻ ആണ്. ദിസ് ഇസ് നോട്ട് സീറം ലൈക്ക് സൺസ്ക്രീൻ, ദിസ് ആർ ലൈക്ക് ടോണർ ലൈക്ക് സൺസ്ക്രീൻസ് എന്ന് പറയേണ്ടി വരും. ഇപ്പം ഇത്
ഷേക്ക് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും, ഒരു വെള്ളം കുപ്പിയൊക്കെ ഷേക്ക് ചെയ്യുന്ന ഒരു ടോണർ ബോട്ടിൽസ് ഒക്കെ ഷേക്ക് ചെയ്യുമ്പോൾ ഉള്ളൊരു ഫീൽ, അതുപോലത്തെ ഒരു ടെക്സ്ചറാണ്. ലിറ്ററലി ടോണർ കൈൻഡ് ഓഫ് ടെക്സ്ചർ എന്ന് പറയാം. ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടുള്ളതിൽ ഏറ്റവും ദി ലൈറ്റസ്റ്റ് സൺസ്ക്രീൻസ് ഇത് രണ്ടും SPF 50 PA4+ ബ്രോഡ് സ്പെക്ട്രം പ്രൊട്ടക്ഷൻ ഉള്ള സൺസ്ക്രീൻ തന്നെയാണ്. ഇത് രണ്ടിലുള്ള ഇൻഗ്രീഡിയൻസും ഇതിൻ്റെ സ്ലൈറ്റ് ഒരു ഫിനിഷിലുള്ള ഒരു ചേഞ്ചുമാണ് ഇതിനെ രണ്ടിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ദിസ് വൺ. ഇത് വിഷ് കെയറിൻ്റെ വൈറ്റമിൻ C പ്യോർ ഗ്ലോ മിൽക്ക് സൺസ്ക്രീൻ ആണ്. അൾട്രാ ലൈറ്റ് വെയ്റ്റിന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ബ്രൈറ്റൻസ് ആൻഡ് പ്രൊട്ടക്ട് സ്കിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിലുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് വൈറ്റമിൻ C, കോജിക് ആസിഡ്, സോയ മിൽക്ക് പെപ്റ്റൈഡ്, ലിക്കറിഷ് ആൻഡ് ഹൈലറോണിക് ആസിഡ് ആണ്. സോ ആസ് യു ഓൾ നോ, വൈറ്റമിൻ C, കോജിക് ആസിഡ്, ലിക്കറൈസ് ഒക്കെ നമ്മുടെ സ്കിന്നിനെ ബ്രൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ആണ്. സോ ദാറ്റ് ഈസ് വൺ ഓഫ് ദി കീ ഡിഫറൻസ് ഐ വുഡ് സേ. സോ ഫിനിഷിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിനൊരു നാച്ചുറൽ ഫിനിഷാണുള്ളത്. ഇറ്റ്സ് നോട്ട് ഡൂയി, ഇറ്റ്സ് നോട്ട് മാറ്റ്, ഇറ്റ് ഗിവ്സ് എ നാച്ചുറൽ ഫിനിഷ്. നമ്മുടെ സ്കിൻ നോർമലി എങ്ങനെയാണോ അതുപോലത്തെ ഒരു നാച്ചുറൽ ഫിനിഷാണ് ഇതിനുള്ളത്. പക്ഷേ വെൻ ഇറ്റ് കംസ് ടു അതർ വൺ, ദി ഫിനിഷ് ഓഫ് ദിസ് വൺ ഇസ് സ്ലൈറ്റ്ലി ഡിഫറെൻറ്റ്. ഇത് ഒരു മാറ്റ് ഫിനിഷുള്ള സൺസ്ക്രീൻ ആണ്. ദിസ് വൺ ഇസ് നയാസിനമൈഡ് ഓയിൽ ബാലൻസ് ഫ്ലൂയിഡ് സൺസ്ക്രീൻ, ലൈറ്റ് ആൻഡ് മാറ്റ് എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അഗെയിൻ ഇതിലുള്ളത് ഡിഫറെൻറ്റ് ഇൻഗ്രീഡിയൻസ് ആണ്. നയാസിനമൈഡ്, ഓട്ട് എക്സ്ട്രാക്ട്, സിങ്ക്, PCA, സിക്ക ആൻഡ് സെറമൈഡ്സ്. നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള, നമ്മുടെ സ്കിന്നെ നറിഷ് ചെയ്യാനുള്ള ഇൻഗ്രീഡിയൻസ് ലൈക്ക് സിക്ക, സെറമൈഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ കൂടെ തന്നെ സിങ്കും നയാസിനമൈഡും ഉണ്ട്. സോ സിങ്ക് ആൻഡ് നയാസിനമൈഡ് വെൻ ഇറ്റ് കംസ് ടുഗദർ നമ്മുടെ സ്കിന്നിനൊരു മാറ്റിഫൈയിങ്, ഒരു ഓയിൽ കൺട്രോളിങ് പ്രോപ്പർട്ടീസ് ഉള്ള രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ് ഇത് രണ്ടും. അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ സ്കിന്നിന് ഒരു മാറ്റ് ഫിനിഷാണ് തരിക. സോ ആസ് ഐ സെഡ്, ഇൻഗ്രീഡിയൻസും ഫിനിഷും ആണ് ഈ രണ്ടിനുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. രണ്ടും ഓൾ സ്കിൻ ടൈപ്സിന് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റ്സ് ആണ്. പക്ഷേ എടുത്ത് പറയുകയാണെങ്കിൽ ഞാൻ പറയും ഇത് ഓയിലി, എക്സ്ട്രീംലി ഓയിലി സ്കിൻ്റെ ആൾക്കാർക്കൊക്കെ ബ്യൂട്ടിഫുള്ളി പുൾ ഓഫ് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റാണ്. ദിസ് വൺ കോമ്പിനേഷൻ ടു നോർമൽ സ്കിൻ ടൈപ്പ് ഉള്ളവർക്കൊക്കെ അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റാണ്. നിങ്ങളൊരു ഡ്രൈ സ്കിൻ പേഴ്സൺ ആണ്, പക്ഷെ നിങ്ങൾക്ക് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള സൺസ്ക്രീൻ വേണം, എനിക്കധികം ഹെവി ഓർ ക്രീം കൈൻഡ് ഓഫ് ഫിനിഷ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്യാവുന്നതാണ്. സമ്മർ ടൈമിൽ ദിസ് വിൽ ബി യുവർ ബെസ്റ്റ് ഫ്രണ്ട്. ഇനി ഒരു ടിൻറ്റഡ് സൺസ്ക്രീൻ റിവ്യൂ ചെയ്യാം. ഞാൻ ആദ്യമായിട്ടാണ് ടിൻറ്റഡ് സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഫ്രം വൺ ഓഫ് മൈ ഫേവറേറ്റ് ബ്രാൻഡ്, ഡോട്ട് ആൻഡ് കീ. ഈ ചാനൽ കുറച്ചാളായിട്ട് ഫോളോ ചെയ്യുന്നവരാണ് നിങ്ങൾക്ക് അറിയായിരിക്കും. ഡോട്ട് ആൻഡ് കീ സൺസ്ക്രീൻസ് ആർ വൺ ഓഫ് മൈ ഫേവറേറ്റ് സൺസ്ക്രീൻസ്. ഐ തിങ്ക് ദി ബെസ്റ്റ് സൺസ്ക്രീൻസ് ഉണ്ടാക്കുന്ന ഒരു ബ്രാൻഡാണ് ഡോട്ട് ആൻഡ് കീ. ഇത് ഡോട്ട് ആൻഡ് കീ സ്ട്രോബെറി ഡ്യൂ ടിൻറ്റഡ് സൺസ്ക്രീൻ ആണ്. SPF 50 PA4+ ഉണ്ട്. ഇതിൽ കീ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് മെൻഷൻ ചെയ്തിരിക്കുന്നത് സ്ട്രോബെറി, നയാസിനമൈഡ് ആൻഡ് ഹൈലറോണിക് ആസിഡ് ആണ്. ഇനി ഇതിൻ്റെ ടെക്സ്ചറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതൊരു ലൈറ്റ് വെയ്റ്റ് സീറം കൈൻഡ് ഓഫ് ടെക്സ്ചർ ഉള്ള ഒരു ഫോർമുല തന്നെയാണ്. നല്ല ലൈറ്റ് വെയ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഒരുവിധം എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടിൻറ്റഡ് സൺസ്ക്രീൻ തന്നെയാണിത്. ഇനി ഷെയ്ഡ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 3 ഡിഫറെൻറ്റ് ഷെയ്ഡ്സിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. 05 ബേജ് ആണ് ദി ഡാർക്കസ്റ്റ് ഷെയ്ഡ് അവൈലബിൾ. ആ ഒരു കാര്യത്തിൽ മാത്രം എനിക്കൊരു ഹ്യൂജ് കംപ്ലൈൻറ്റ് ഉണ്ട്. 3 ഷെയ്ഡ്സ് ആർ നോട്ട് എനഫ്. മിനിമം ഒരു 5 ഷെയ്ഡ്സ് കൊണ്ടെങ്കിലും സ്റ്റാർട്ട് ചെയ്യാമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഞാനൊരു മീഡിയം ടു ടാൻ സ്കിൻ ടോണിലുള്ള ഒരാളാണ്. എനിക്ക് തന്നെ ഈ ബേജ് എന്ന് പറയുന്ന ഷെയ്ഡ് സ്ലൈറ്റ്ലി ലൈറ്ററാണ്. ഒരു 1-2 ഒരു ഷെയ്ഡ് ലൈറ്ററാണ് ഈ ബേജ് എന്ന് പറയുന്ന ഷെയ്ഡ്. അപ്പോൾ എന്നെക്കാളും ഡാർക്ക് സ്കിൻ ടോൺ ഉള്ളവർക്ക് ഈ ഒരു പെർട്ടിക്കുലർ ടിൻറ്റഡ് സൺസ്ക്രീൻ അങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റില്ല. ഇതിൻ്റെ കവറേജ് ലൈറ്റ് ഷിയർ കവറേജ് ആണുള്ളത്. ഫിനിഷിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതൊരു നാച്ചുറൽ ഡ്യൂയി ഫിനിഷ് തരുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഓയിലി സ്കിന്നുള്ളവരാണെങ്കിൽ ഐ തിങ്ക് ഒരു കോമ്പാക്റ്റ് കൊണ്ട് ലൈറ്റായിട്ടൊന്ന് നല്ല ഓയിലി ആയിട്ടുള്ള ഏരിയാസ് ഒന്ന് സെറ്റ് ചെയ്യുകയാണെങ്കിൽ യു ക്യാൻ പുൾ ഇറ്റ് ഓഫ്. ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എക്സ്ട്രീംലി ഓയിലി സ്കിൻ ആയിട്ടുള്ളവർക്ക് സ്കിന്നിങ്ങനെ ഓയിലി ആയിട്ട് സ്വെറ്റ് പാർട്ടിക്കിൾസ് ഒക്കെ വരുമ്പോൾ ഇത് ലൈറ്റായിട്ട് സെപ്പറേറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഓയിലി കോമ്പിനേഷൻ സ്കിൻ്റെ ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് പൗഡർ കൊണ്ടൊന്ന് സെറ്റ് ചെയ്തിട്ട് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. സോ എവറി ഡേ യൂസിനൊക്കെ സ്ലൈറ്റ് ഒരു ഷിയർ കവറേജ് വേണം, ഒന്ന് സ്കിൻ ഈവൻ ടോൺഡ് ആക്കണം എന്നാണെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും.
അപ്പോൾ ഇതാണ് എൻ്റെ തോട്ട്സ് ആൻഡ് ഒപ്പീനിയൻസ് അബൌട്ട് ദി ന്യൂ സൺസ്ക്രീൻസ് അവൈലബിൾ ഇൻ ദി മാർക്കറ്റ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സജഷൻസ് ഓർ ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഡു കമൻറ്റ് ഡൗൺ ബിലോ ആൻഡ് ലെറ്റ് മീ നോ. ഞാൻ ഉറപ്പായിട്ടും റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ടുഡേയ്സ് വീഡിയോ. ഹോപ്പ് യു ഗൈസ് ഫൗണ്ട് ദിസ് വീഡിയോ ഹെൽപ്ഫുൾ. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.